കേരളത്തിൽ ഇടയ്ക്കിടെ മഴ പെയ്യാറുണ്ട്. അതുപോലെ ഇടയ്ക്കിടെ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം വെള്ളാപ്പള്ളി പ്രകീർത്തനമാണ്. അതും CPMൻ്റെ ഭാഗത്തുനിന്ന്. നേരത്തെ മന്ത്രി വാസവനാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും ഒക്കെ ഈ പ്രകീർത്തനം പലപ്പോഴായി നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വെള്ളാപ്പള്ളിയെ പ്രകീർത്തിക്കുന്നത് CPM പൊളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനാണ്. നിങ്ങൾക്ക് അദ്ദേഹം വർഗീയവാദിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും എനിക്കങ്ങനെ തോന്നുന്നില്ല എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ പറയുകയുണ്ടായി. നിഷാദ്, എന്തിനാണ് CPM ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വെള്ളാപ്പള്ളി നല്ലവനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? അതിന് CPM-ൽ പല കാരണങ്ങളുണ്ട്. അവർ കണ്ടെത്തിയിട്ടുള്ള അവരുടെ പ്രശ്നങ്ങളെ അവർക്ക് കുറേ പ്രശ്നങ്ങൾ അവരുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നഷ്ടപ്പെട്ട വോട്ട് അവരെ ഭയങ്കരമായി ഭയപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആറ്റിങ്ങലിൽ, ആലത്തൂരിൽ, ആലപ്പുഴയിൽ ഇവിടെയൊക്കെ വോട്ടുകൾ വലിയ തോതിൽ അവരുടെ കോർ ബാങ്കിൽ നിന്ന് നഷ്ടപ്പെടുന്ന വോട്ടുകൾ സാധാരണ നിലയ്ക്ക് ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടായ ആളുകൾക്ക് വോട്ട്, മുന്നണികൾക്ക്, സർക്കാരിന് വോട്ട് നഷ്ടപ്പെടാം. പക്ഷേ അത് സാധാരണ നിലയ്ക്ക് പോയാൽ അപ്പുറത്ത് അടുത്ത സർക്കാർ ഉണ്ടാക്കാൻ സാധ്യതയുള്ളവർക്ക്, ഇവിടെയാണെങ്കിൽ UDF-നാണ് വോട്ട് ചെയ്യേണ്ടത്. പക്ഷേ CPM-ൻ്റെ കോർ ബാങ്കിൽ നിന്ന് ഇറങ്ങിപ്പോയ വോട്ടുകൾ ഒരു നിലയ്ക്കും വിജയിക്കാൻ സാധ്യതയില്ലാത്ത കാൻഡിഡേറ്റുകൾക്ക് ചെന്ന് ചേർന്നു. ആ കാൻഡിഡേറ്റ്സ് ആരാണ്? BJP-കാരാണ്. താമരയ്ക്ക് ആളുകൾ വോട്ട് ചെയ്തു. ഒരു നിലയ്ക്കും ജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാൻഡിഡേറ്റിന് വോട്ട് ചെയ്യണമെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന വികാരം ഒന്ന് മാത്രമായിരിക്കണം, അത് ഈ പറയുന്ന വംശീയവും വർഗീയവുമായ താല്പര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം CPM സ്മെല്ല് ചെയ്ത് കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. അതിനെ മറികടക്കാൻ അത് CPM-ന് വലിയ അടിയാണ്. എന്തു ചെയ്യണം എന്ന ആലോചനയിൽ നിന്നാണ് അവരിപ്പോൾ ഈ വികല വഴി തിരഞ്ഞെടുത്തിരുന്നത് കാണുക. ഇന്നിപ്പോൾ A. വിജയരാഘവൻ പറയുന്നു വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞാൽ SNDP യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്. SNDP യോഗം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക കേന്ദ്രത്തിൻ്റെതല്ല, അത് കേരളത്തിൻ്റെ പൊതുസ്വത്താണ്. അത് തർക്കമുള്ള കാര്യമല്ല. ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഘടനയാണ് SNDP യോഗം. അത് കേരളത്തിലെ ഏറ്റവും വലിയ സമുദായത്തിൻ്റെ ഒരു സംഘടനയാണ്. ആ നിലയ്ക്കുള്ള വാല്യൂ അതിനുണ്ട്. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം ചെയ്യുന്നതെല്ലാം SNDP യോഗത്തിൻ്റെ കണക്കിലാണ് കൂട്ടേണ്ടതെന്ന് കൂടി പറയുകയാണ് ഇവർ. അങ്ങനെയാണോ? അല്ല. അപ്പോൾ അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്യുന്നതെല്ലാം SNDP യോഗത്തിൻ്റെയോ ഈഴവ സമുദായത്തിൻ്റെയോ താല്പര്യത്തിന് വേണ്ടി അല്ല. വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ ഉണ്ടാക്കിയിരിക്കുന്ന സംഘപരിവാറിനോട് ചേർത്ത് വെച്ചുണ്ടാക്കിയിരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവിയെ നിർണ്ണയിക്കാനുള്ള ആവശ്യമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്നത്. തികച്ചും കുടുംബപരമായ ഒരു താല്പര്യത്തിന് വേണ്ടി വെള്ളാപ്പള്ളി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അല്ലാതെ വെള്ളാപ്പള്ളി SNDP യോഗത്തിൽ അത് കിട്ടുന്നില്ല, ഈഴവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതല്ല പോയിന്റ്. രാഷ്ട്രീയം നോക്കുന്ന ആർക്കും മനസ്സിലാവുന്ന കാര്യം, വെള്ളാപ്പള്ളി നടേശൻ ഈഴവ സമുദായത്തെ മുൻനിർത്തി ഒരു പാർട്ടി ഉണ്ടാക്കുകയും ആ പാർട്ടിയെ BJP-ക്ക് കൊടുക്കുകയും ആ പാർട്ടിയെ വളർത്താൻ ആവശ്യമായിട്ടുള്ള പ്രയത്നം അദ്ദേഹത്തിൻ്റെ സായാഹ്ന കാലത്തും എടുത്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അത് SNDP യോഗത്തിൻ്റെ പരിപാടിയല്ല. പക്ഷേ CPM അതിനെ കാണുന്നത് SNDP യോഗത്തിൻ്റെതാകെ താല്പര്യം എന്ന നിലയ്ക്കാണ്. ആ കാഴ്ചപ്പാടിൽ പ്രശ്നമുണ്ട്. രണ്ടാമത്, ഇന്ന് A. വിജയരാഘവൻ പറയുന്നു വെള്ളാപ്പള്ളി നടേശൻ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ അഭിപ്രായങ്ങൾ സൂചിപ്പിക്കാറുണ്ട്. അതിൽ യോജിക്കാൻ കഴിയാത്തതിനോട് നമ്മൾ യോജിക്കില്ല എന്ന് തന്നെ പറഞ്ഞു പോകും. എന്നാൽ അദ്ദേഹത്തെ പൂർണ്ണമായും തള്ളിക്കളയുക, അദ്ദേഹത്തെ ഒരു വർഗീയവാദിയായി ചാപ്പകുത്തുക, അത് സാധ്യമായ കാര്യമല്ല. കാരണം SNDP യോഗം വലിയ സംഘടനയാണ്. പിന്നെയും SNDP യോഗത്തിലേക്ക് ചേർക്കുകയാണ് ഇദ്ദേഹത്തെ. SNDP യോഗത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളിൽ നിന്ന് പൂർണ്ണാർത്ഥത്തിൽ വേർപെട്ട് നിൽക്കുന്ന ഒരാൾ. നമ്മൾ വെറുതെ മൈക്രോ ഫിനാൻസിൻ്റെ കാര്യം എടുത്ത് നോക്കണം. മൈക്രോ ഫിനാൻസ് എന്ന് വെച്ചാൽ SNDP യോഗത്തിൽപ്പെട്ട ആളുകളുടെ പേരിൽ വ്യാജവിലാസങ്ങൾ ഉണ്ടാക്കി സർക്കാർ സംവിധാനങ്ങൾക്കകത്തു നിന്ന് പൈസ അടിച്ചു മാറ്റി എന്നുള്ള കേസിലെ പ്രധാന പ്രതിയായാണ് വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൻ്റെയോ ഈഴവ സമുദായത്തിൻ്റെ താല്പര്യത്തിന് കൂടെ നിൽക്കുന്ന ആളല്ല എന്നത് നമ്മുടെ മുമ്പിൽ തെളിവുകളും സാങ്കേതികത്വങ്ങളും പറഞ്ഞു തരുന്ന കാര്യം അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് ഇവർക്ക് ഇതിനെ ചേർത്ത് വെക്കണം. എന്നിട്ട് A. വിജയരാഘവൻ പറയുന്നു അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, അദ്ദേഹം രാഷ്ട്രീയമായ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയും. മുസ്ലിങ്ങളുള്ള സ്ഥലങ്ങളിൽ ഹിന്ദുക്കൾക്ക് കട തുറക്കാൻ പറ്റുമോ എന്ന വ്യാജം ചോദിക്കുന്ന ഒരാൾ രാഷ്ട്രീയമായ അഭിപ്രായമാണോ പറയുന്നത്? അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ ഹിന്ദുക്കൾക്ക് ശ്വാസം മുട്ടുകയാണ് ജീവിക്കാൻ എന്ന നുണ പറയുന്ന ആൾ രാഷ്ട്രീയമായ അഭിപ്രായമാണോ പറയുന്നത്? കേരളത്തിലെ സർക്കാർ ഭരിക്കുന്നത് കാന്തപുരത്തിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ്. അത് രാഷ്ട്രീയ അഭിപ്രായമാണോ? അത് പച്ച വർഗീയതയാണ്. അതിന് പ്രത്യേകമായ താല്പര്യങ്ങളുമുണ്ട്. ഇദ്ദേഹം പറയുകയാണ് ഇങ്ങനെ ചില അഭിപ്രായങ്ങൾ ഇദ്ദേഹം പറയാം. അഭിപ്രായമല്ല, വിദ്വേഷവാചകങ്ങൾ പറയുകയാണ്. ആ പറയുന്ന ഘട്ടത്തിലെല്ലാം നാം അതിനെ എതിർത്ത് പോന്നിട്ടുണ്ട്. എതിർക്കേണ്ടതിനെ, എല്ലാത്തിനും എതിർക്കേണ്ടതില്ല. ഇവർ ഈ സമീപകാലത്ത് വെള്ളാപ്പള്ളി നടത്തിയത് മുഴുവൻ വിദ്വേഷ പരാമർശങ്ങളാണ്. അതിലേതിനെയാണ് കർശനമായ ഭാഷയിൽ CPIM തള്ളിപ്പറഞ്ഞത്? CPIM തള്ളിപ്പറഞ്ഞിട്ടേ ഇല്ല ഒരു ഘട്ടത്തിലും. അപ്പോൾ എതിർക്കേണ്ട ഘട്ടത്തിൽ നാം അതിനെ എതിർത്ത് പോന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴുകി അങ്ങ് പോവാണ്. അല്ലാതെ ഏതാണ് അദ്ദേഹം പറഞ്ഞ വെറുപ്പ്, അതിനോട് നമ്മൾ എപ്പോഴാണ് കർശന സമീപനം സ്വീകരിച്ചത്? ആകെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ആ കുറിപ്പിൽ പറയുന്നത് SNDP യോഗം മഹത്തരമാണ്, അതിൻ്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്, മൂല്യങ്ങളൊന്നല്ലാതെ വെള്ളാപ്പള്ളി എന്നുള്ള പേര് ആ കുറിപ്പിലില്ല. വെള്ളാപ്പള്ളി വംശീയത പറഞ്ഞ കാലത്തെ നിലമ്പൂർ പ്രസംഗത്തിന് ശേഷം പുറത്തിറക്കിയ കുറിപ്പ്, അതിൽ വെള്ളാപ്പള്ളിയുടെ പേരേ ഇല്ല. SNDP യോഗം മഹത്തരമാണ്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ കുറിപ്പ് വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യമല്ലോ നമുക്കത്. പക്ഷേ ഇവരങ്ങനെ പറയാണ്. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, വെള്ളാപ്പള്ളി നടേശൻ്റെ താല്പര്യം എന്താണ്? സിമ്പിളായി ആലോചിച്ചാൽ മതി. വെള്ളാപ്പള്ളി നടേശൻ ഒരിക്കലും CPM-നെ സഹായിക്കാനല്ല ചെയ്യുന്നത്. CPM-നെ സഹായിക്കാനെങ്കിൽ അദ്ദേഹം ഈ ഈഴവർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള BDJS പാർട്ടിയെ LDF-ൽ കൊണ്ടുവരാനല്ലേ ശ്രമിക്കുക. അദ്ദേഹം അതിനെ BJP-ക്ക് കൊടുക്കാൻ ഉണ്ടാക്കിയിരിക്കുകയാണ്.
എന്നിട്ട് അതിനെ ആ വഴിക്ക് നടത്താൻ ആവശ്യമായിട്ടുള്ള വെള്ളവും വളവും ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരിക്കലും CPM സഹായിക്കാൻ വരുന്ന ആളല്ല. അദ്ദേഹം സ്വപ്നം കാണുന്നത് ഇപ്പം തന്നെ നോക്കൂ, ശബരിമല സ്വർണ്ണക്കൊള്ള ഉണ്ടായിരിക്കുന്നു, SNDP യോഗം മിണ്ടുന്നില്ലല്ലോ, മീൻസ് ജനറൽ സെക്രട്ടറി മിണ്ടുന്നില്ലല്ലോ. മിണ്ടാത്തതിൻ്റെ കാരണം അത് മിണ്ടിയാൽ അതിൻ്റെ ഗുണഭോക്താവ് VD സതീശനടുത്തുള്ള UDF ആകും. UDFന് അതിൻ്റെ ഗുണം കിട്ടാനേ പാടില്ല. UDFൻ്റെ തകർച്ച ഉറപ്പാക്കണം. UDFൻ്റെ നിരന്തരമായ തകർച്ച ഉറപ്പാക്കിയാലേ മകൻ്റെ പാർട്ടിയും സംഘടനയും സംഘവും മുന്നണിക്കും കയറി വരാൻ പറ്റുള്ളൂ. അദ്ദേഹം അതിനെ അങ്ങനെയാണ് കാണുന്നത്. അല്ല, CPMൻ്റെ ദീർഘകാലത്തെ തുടർഭരണം അല്ല വെള്ളാപ്പള്ളി നടേശൻ്റെ പ്ലാൻ. വെള്ളാപ്പള്ളി നടേശൻ്റെ പ്ലാൻ നാളെയും തുടരട്ടെ, CPM സതീശനും കുഞ്ഞാലിക്കുട്ടിയും എല്ലാവരും തകരട്ടെ. അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പരിസരവും ഇപ്പം സൃഷ്ടിക്കപ്പെടാൻ പാടില്ല. അത് വിശ്വാസികളുമായി ബന്ധപ്പെട്ടതായാൽ പോലും അവിടേക്ക് മകനും സംഘത്തിനും ഒക്കെ വരാനുണ്ട് എന്നാണ് അദ്ദേഹം കാണുന്നത്. അങ്ങനെ ഒരു വെള്ളാപ്പള്ളി നടേശനെ ഇവരെന്തിനാണ് കൊണ്ടു നടക്കുന്നത്? ഞാൻ കാണുന്ന ഒരു കാര്യം, ഇപ്പോൾ അവർ ഈഴവ സമുദായത്തിനകത്ത് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ടെന്ന് കാണുന്നു. ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനല്ല അവർ ശ്രമിക്കുന്നത്. ഈഴവ സമുദായത്തിനകത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് ഏതൊക്കെയോ തരത്തിലുള്ള ചില അപഭ്രംശങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. ആ ഭ്രംശം സംഭവിച്ചവരുടെ വികല ചിന്തകൾക്കൊപ്പം നിന്ന് കൊടുത്തിട്ട് ഞങ്ങളും നിങ്ങളുടെ വികല ചിന്തകൾക്കൊപ്പമാണ്. നിങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും കുറച്ച് പേർക്ക് പരമത വിദ്വേഷം വന്നുപെട്ടിട്ടുണ്ടോ എങ്കിൽ ആ പരമത വിദ്വേഷം അവിടെ തന്നെ വെച്ചോളൂ എന്നാണ് ഈ പാർട്ടി പറയുന്നത്. അത് കൊണ്ടു നടക്കാൻ പാടില്ല. അതല്ല കേരളത്തിൻ്റെ പാരമ്പര്യം, അതല്ല SNDP യോഗത്തിൻ്റെ പാരമ്പര്യം, അതല്ല ഗുരുവിൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞ് തിരുത്താനല്ല പാർട്ടി മെനക്കെടുന്നത്. മറിച്ച് നിങ്ങളുടെ ഇടയിൽ ഈ പറഞ്ഞ പരമത വിദ്വേഷം വളരുന്നുണ്ടോ, മുസ്ലിം വിരോധം വളരുന്നുണ്ടോ, ഞങ്ങളതിനെ തിരുത്താനൊന്നുമില്ല കേട്ടോ, യു കീപ്പ് ഇറ്റ്, നിങ്ങളത് കൊണ്ടു നടന്നോളൂ എന്ന് പറയാണ്. അതെന്തുമാത്രം അപകടകരമായ കളിയാണ്. അപ്പോൾ ഈ കേരളത്തെ എന്ന് പറയുന്ന സംവിധാനത്തെ ആകമാനം തുലയ്ക്കാനിട്ട് കൊടുത്തിട്ടായാൽ കൂടിയും ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ വയ്യ എന്ന് പറയാണ്. നമ്മൾ പിണറായി വിജയനെക്കുറിച്ച് പറയാം. പിണറായി വിജയൻ കേരളത്തിലെ ഏറ്റവും പ്രബലനായ നേതാവാണ്. ഇപ്പോൾ എണ്ണിയാൽ ഏറ്റവും പ്രബലനായ നേതാവ് അദ്ദേഹമാണ്. എല്ലാ കാലത്തും പല വിമർശനമുള്ളപ്പോഴും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് അദ്ദേഹം പോന്നിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങളിൽ നിന്നാണ് ഇവിടെ പിന്നോട്ട് പോയിട്ടില്ലാത്ത കേരളത്തിലെ ഏറ്റവും വലിയ ഇരട്ടച്ചങ്കൻ എന്നൊക്കെ വിളിക്കാവുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ടവറിങ് ഫിഗർ ആരെന്ന് ചോദിച്ചാൽ പിണറായി വിജയനാണ്. ഇപ്പോഴും ആൾക്കാർ ആ നിലയ്ക്ക് അദ്ദേഹത്തെ ആരാധിക്കുന്നുണ്ടല്ലോ. പക്ഷേ ആ പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും ഗതികെട്ട കാഴ്ച എന്നറിയാമോ? ഈ നടക്കുന്ന പച്ചയായ വർഗീയതയോട് അദ്ദേഹത്തിന് സാഷ്ടാംഗം പ്രണമിച്ച് നിൽക്കേണ്ടി വരിക. ഒരു നേതാവിന് ഒരിക്കലും അങ്ങനെ ദുര്യോഗം ഉണ്ടാകാൻ പാടില്ല. കാരണം പിണറായി വിജയന് ഒട്ടുമേ പാടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ശരിയല്ലാതെ മറ്റൊന്നിനെയും അദ്ദേഹം അംഗീകരിച്ച പാരമ്പര്യതൊന്നുമില്ല. തള്ളിപ്പറയേണ്ട ഏതൊന്നിനെയും തള്ളിപ്പറയും. അത് സമുദായങ്ങളെ ആയാലും സമുദായ സംഘടനകളെ ആയാലും വിശ്വാസത്തെ ആയാലും രാഷ്ട്രീയ വിരോധികളെ ആയാലും ഒരു 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 വൈകാരികമായ സന്ദർഭത്തിലും തന്നെ നിലപാട് പറയാൻ മടി കാണിച്ചിട്ടില്ലാത്തതാണ് അദ്ദേഹം. നമുക്കറിയാലോ അതിൻ്റെ ചരിത്രം, ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ആ പിണറായി വിജയൻ രാഷ്ട്രീയ സ്ഥൈര്യമുള്ള ഒരു നേതാവ് നിലയ്ക്ക് അടയാളപ്പെടുത്തി പോകുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സായന്തന കാലത്ത് ഒരു കേരളത്തിലെ പ്രമുഖനായ ഒരു സമുദായ നേതാവ് ഇറങ്ങി നിന്ന് കേരളത്തിൻ്റെ ആകെ അടിത്തറ മാന്തുന്ന വർഗീയത പറയുമ്പോൾ അത് വർഗീയതയാണ് കേട്ടോ, ഇത് ചെയ്യരുത് കേട്ടോ, നിങ്ങൾ ഈ ചെയ്യുന്നത് കേരളത്തിലെ വരും തലമുറകളോടുള്ള മഹാപാപമാണ് കേട്ടോ എന്ന് പറയാൻ കഴിയാത്ത വിധം മൗനിയായി നിൽക്കേണ്ടി വരുന്നു എന്നതാണ് ഞാൻ പിണറായി വിജയനെക്കുറിച്ച് പറഞ്ഞത്. പിണറായി വിജയനാണല്ലോ പാർട്ടി. ആ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും ഏറ്റവും വലിയ ഗതികേട്, ഏറ്റവും വലിയ ദുർബലത, ഏറ്റവും വലിയ തളർച്ച എന്ന് പറയുന്നത് അതിനോട് ശബ്ദിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് വേറെ ഏതൊക്കെ രാഷ്ട്രീയ ദൗത്യം നിങ്ങൾ നിർവഹിച്ചു എന്ന് നിങ്ങൾ അഭിമാനം കൊള്ളുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ പോയിന്റിൽ നശിപ്പിക്കുകയാണ്. ഇപ്പോൾ നശിപ്പിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഡാമേജ് എന്താണെന്ന് അവർക്ക് അറിയാത്തതല്ല. അവരിപ്പോൾ അതിനെ കാണുന്നത് ഇന്ത്യയിൽ ആകമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, ഭരണമില്ലാതാവുന്നു. ഇവിടെയും അവസാനത്തെ ഭരണമാണ്, അത് തുടരണം, തുടരുന്നതിന് എന്തെങ്കിലും ചെയ്തിട്ടായാലും തുടരണം. പക്ഷേ എത്ര കാലം തുടരണം? കേരളം ഇതുപോലെ തുടരണം. കേരളം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഒരു മതനിരപേക്ഷ ബദലാണ് ഈ നാട്. ഈ നാടിൻ്റെ മതനിരപേക്ഷത എന്നൊക്കെ പറയുന്ന മനുഷ്യർക്ക് കുറച്ചുകൂടെ ആഴത്തിൽ കാര്യങ്ങളെ കാണാൻ കഴിയേണ്ടതാണ്. അവരത് കാണുന്നില്ലെന്ന് പറഞ്ഞില്ല. നൈമിഷികമായ താല്പര്യങ്ങളാണ് അവരെ നയിക്കുന്നത്. അതുകൊണ്ട് നമ്മളിത് ആവർത്തിച്ച് പറയുന്നതിന് ഒരു മടുപ്പുണ്ട്. എങ്കിലും പറയേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് മിടുക്കാണ് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ ഒരു പരാജയമാണ്, നിങ്ങളുടെ തോൽവിയാണ് നിങ്ങൾ ഈ ആവർത്തിച്ച് പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഇതിന് പുറത്തുള്ള മനുഷ്യന്മാർക്ക് ഈ നാടിനെ രക്ഷപ്പെടുത്താനും നിലനിർത്താനും പിടിച്ചു നിർത്താനും കഴിയുമെങ്കിൽ അവർ ചെയ്യട്ടെ ഞാൻ പറയുക. ഇവരിലുള്ള ഹോപ്പ് ആ നിലയ്ക്ക് പോയി. സാഹിബ്, എം വി ഗോവിന്ദനൊക്കെ പ്രതികരിക്കുന്ന ഇത് സമുദായിക സംഘടന നേതാക്കന്മാർ അവരുടെ സമുദായത്തിൻ്റെ കാര്യം പറയുകയാണ്, അതിൽ വർഗീയത കാണേണ്ടതില്ല, രാഷ്ട്രീയ പാർട്ടി ഒന്നുമല്ലോ SDP എന്നുള്ള നിലപാടൊക്കെയാണ് എടുക്കുന്നത്. സമുദായ നേതാക്കൾക്കൊക്കെ, സമുദായ സംഘടനാ നേതാക്കൾക്കൊക്കെ എന്തും പറയാം, അതിൽ നമ്മൾ വർഗീയതയും രാഷ്ട്രീയവും ഒന്നും കാണണ്ട എന്നുള്ള നിലപാടൊക്കെ ഈ കേരളത്തിൽ വിലപ്പോകുന്നതാണ്. സമുദായ നേതാക്കൾ എന്നല്ല, ആരും തന്നെ വർഗീയത പറയരുത്. സമുദായ നേതാക്കൾ സമുദായത്തിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് അതവരുടെ ഉത്തരവാദിത്തമാണ്. ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, ഈ സമുദായ സംഘടന എന്ന് പറയുമ്പോൾ എന്തൊരു കുറഞ്ഞ ഏർപ്പാടാണ് എന്നും നമ്മൾ വിചാരിക്കേണ്ടതില്ല. കേരളത്തിൽ രാഷ്ട്രീയ സംഘടനകൾ രൂപീകരിക്കപ്പെടുന്നത് മുമ്പ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും എല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ സമുദായ സംഘടനകളുണ്ട്. SNDP ഉണ്ട്, സാധുജന സംഘമുണ്ട്, ഇങ്ങനെ NSS ഉണ്ട്, മുസ്ലിം ഐക്യ സംഘമുണ്ട്. അപ്പോൾ നമുക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുമ്പേ
ഈ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചവരാണ് സമുദായ സംഘടനകൾ. കേരളത്തിൻ്റെ സമൂഹ രൂപവൽക്കരണത്തിൽ നിർണായകമായി പങ്കുവഹിച്ച വളരെ പ്രധാനപ്പെട്ട ദൗത്യം നിർവഹിച്ചിട്ടുള്ള ഏജൻസികളാണ്. അപ്പോൾ അതും സമുദായ സംഘടനകളെന്തോ കുറഞ്ഞ ഏർപ്പാടാണ്, സമുദായ സംഘടനാ നേതാക്കന്മാരെന്തോ കുറഞ്ഞ ആളുകളാണ് എന്ന ധാരണ, ആ ധാരണ പൊതുവെ ഈ ഇടത് പുരോഗമനവാദികളാണ് സാധാരണ സൃഷ്ടിക്കാറുള്ളത്. ഒരു സമുദായ പാർട്ടിയോടും ഞങ്ങൾ ഇടപെടാറില്ല എന്നൊക്കെ പറയും. എന്തോ സമുദായ പാർട്ടികളോട് ഇടപെടുന്നത് ഒരു മോശം കാര്യമാണ് എന്ന ഒരു പ്രീ ഒക്യുപ്പേഷൻ എന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നത് അതാണോ? തൻ്റെ സമുദായത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം തൻ്റെ സമുദായത്തിൻ്റെ സാമ്പത്തിക അവകാശങ്ങളെ കവർന്നെടുത്ത മനുഷ്യനാണ്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് നടത്തിയിട്ട് സ്വന്തം സമുദായ അംഗങ്ങളെ പലരെയും ആത്മഹത്യയിലേക്ക് വരെ തള്ളിവിട്ട അതിൻ്റെ പേരിൽ ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം എന്താണ് ഈ സമുദായത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ വിഷയമാണ്. ഇദ്ദേഹം ഇതിൻ്റെ പ്രസിഡൻ്റ് ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം എന്താണ് ഈഴവ സമുദായത്തിൻ്റെ പുരോഗതിക്കുള്ള മുന്നേറ്റത്തിനുള്ള എന്ത് സംഭാവനയാണ് തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും പുരോഗതിക്കും മുന്നേറ്റത്തിനുമല്ലാതെ ഈ സമുദായത്തിൻ്റെ മുന്നേറ്റത്തിനുള്ള എന്ത് സംഭാവനയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തതെന്ന് ചോദിച്ചാൽ അത് വേറെ പഠനവിധേയമാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ തന്നെ ഏറ്റവും മാരകമായിട്ടുള്ള വിഷപ്രയോഗം ഇദ്ദേഹം ഒടുവിൽ നടത്തുന്നത് നിലമ്പൂരിലാണ്. നിലമ്പൂരിൽ വന്ന് SNDP യൂണിയൻ്റെ ഇതിൽ പ്രസംഗിക്കുന്നു. അദ്ദേഹം അവിടെ എന്താ പറയുന്നത്? മലപ്പുറത്ത് ഈഴവർക്ക് ശ്വാസം മുട്ടുന്നു, ജീവിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, മലപ്പുറത്തെ ഒരു SNDP നേതാവ് അത് സമ്മതിച്ചു തരുമോ? മലപ്പുറത്ത് ഏതെങ്കിലും SNDP നേതാവ് സമ്മതിച്ചു തരുമോ? ഞങ്ങൾക്കിവിടെ ശ്വാസം മുട്ടാണ്, ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല? പിന്നെ അത് വിവാദമായതിനു ശേഷം മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കും ഒരിക്കൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മലപ്പുറത്ത് SNDPക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മലപ്പുറത്ത് SNDPക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദി മലപ്പുറം ജില്ലക്കാരാണോ? അതിൻ്റെ ഉത്തരവാദി മുസ്ലിം സമുദായമാണോ? അതിൻ്റെ ഉത്തരവാദി മുസ്ലിം ലീഗാണോ? കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ ഭരിക്കുന്നത് ആരാണ്? ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ പിണറായി വിജയനല്ലേ? പിണറായി വിജയനോട് പറഞ്ഞാൽ പറയും ഞങ്ങൾക്ക് മലപ്പുറത്ത് സ്ഥാപനങ്ങൾ വേണം, പള്ളിക്കൂടം പോലും ഇല്ല, LP സ്കൂൾ പോലും ഞങ്ങൾക്ക് ഇവിടെ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള വേറെ അന്വേഷിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ അത് ആരുടെ ഉത്തരവാദിത്തമാണ്? അത് ഇദ്ദേഹത്തിൻ്റെയും സർക്കാരിൻ്റെ ഉത്തരവാദിത്തമല്ലേ? അതിന് മലപ്പുറത്തുകാരെന്തിനാണ് പഴിക്കുന്നത്? ഒരു പ്രത്യേക വിഭാഗം ഇവർ കൂടുതലായിട്ട് വരുമ്പോൾ അവിടെ ബാക്കിയുള്ളവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന തരത്തിലുള്ള പ്രസ്താവന എന്തിനാണ് നടത്തുന്നത്? അപ്പോൾ അത് നിരന്തരം ഒരാൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പം നിഷാദ് പറഞ്ഞ പോലെ അതിനോട് പിണറായി വിജയൻ മൗനിയായി നിൽക്കുകയല്ല ചെയ്യുന്നത്. പിണറായി വിജയൻ അതിനെ എൻഡോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ മലപ്പുറത്തെ കൊടിയ വർഗീയ പ്രഭാഷണം നടത്തി 3-ാം നാൾ ചേർത്തലയിൽ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ 1/2 ഡസൻ ക്യാബിനറ്റ് കൊളീഗ്സും ചേർന്ന് ഈ മനുഷ്യന് സ്വീകരണം കൊടുക്കുകയാണ്. അവിടെ വെച്ച് പിണറായി വിജയൻ എന്താ പറഞ്ഞത്? നമ്മൾ പറയുന്ന മാതിരി ഒന്നല്ല ആളുകൾ കേൾക്കുന്നത്, അതിന് വേറെ അർത്ഥത്തിലാണ് എടുക്കുന്നത്, അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഏത് വികട സരസ്വതി? നാവിൽ വികട സരസ്വതി ഉള്ള ആളാണെന്ന് പറയുന്നു. അപ്പോൾ പിണറായി വിജയൻ്റെ നിലപാട് എന്താണ്? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതല്ല കുഴപ്പം, അത് കേട്ട നാട്ടുകാർക്കാണ് കുഴപ്പം. അതാണ് അദ്ദേഹം ചേർത്തലയിൽ പറഞ്ഞത്. പിന്നെ അതിനുശേഷം വീണ്ടും വർഗീയ പ്രഭാഷണങ്ങളുടെ പെരുമഴയുമായിട്ട്, വർഗീയ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ശരിയല്ല, മുസ്ലിം വിരുദ്ധ വിഷപ്രചാരണം അതുമായിട്ട് ഇങ്ങനെ നാടുനൂറും ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെയാണ് ഈ അയ്യപ്പ സംഗമം വരുന്നത്. അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹം എങ്ങനെയാണ് വരുന്നത്? 1-ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ പിണറായി വിജയനോടൊപ്പം. പിണറായി വിജയൻ സ്വന്തം കാറിൽ കയറ്റിക്കൊണ്ടുവരികയാണ്. ഒരു മനുഷ്യൻ നാട് നീളെ നടന്നിട്ട് മുസ്ലിം വിരുദ്ധ വിഷപ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ട് സംസ്ഥാനത്ത് മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞതിലല്ല കുഴപ്പം, കേട്ട നാട്ടുകാർക്കാണ് കുഴപ്പം എന്ന രീതിയിൽ അതിനെ ന്യായീകരിക്കുക. ശേഷം പുള്ളിയെ 1-ാം നമ്പർ കാറിൽ കയറ്റി ഒരു പൊതു ചടങ്ങിലേക്ക് കൊണ്ടുവരിക, ഒരു സർക്കാർ ചടങ്ങിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുന്ന സന്ദേശം എന്താണ്? അത് 2 സന്ദേശമാണ് കൊടുക്കുന്നത്. ഒന്ന്, നീ ഈ പണി തുടർന്നോളൂ, ഇങ്ങനെ തന്നെ പൊക്കോളൂ എന്ന് സകല വർഗീയവാദികൾക്കും കൊടുക്കുന്ന സന്ദേശമാണ്. മറ്റേത് മുസ്ലിം സമുദായത്തിന് കൊടുക്കുന്ന സന്ദേശമാണ്. അതാണ്ട് നിങ്ങളിങ്ങനെയൊക്കെ തന്നെ പരിഗണിക്കുന്നുള്ളൂ, അത്രേ പരിഗണിക്കുന്നുള്ളൂ. നിങ്ങളെക്കുറിച്ച് വർഗീയത പറഞ്ഞ് നടക്കുന്ന, വെറുപ്പ് പ്രചരിപ്പിച്ച് നടക്കുന്ന ഒരുത്തനെ ഞാൻ എൻ്റെ കാറിൽ കയറ്റി കൊണ്ടുവരിക, നോക്കിക്കോ എന്ന സന്ദേശമാണത് കൊടുക്കുന്നത്. എന്തിനാണ് ആ സന്ദേശം കൊടുക്കുന്നത്? അദ്ദേഹത്തിന് ചില തെരഞ്ഞെടുപ്പ് ലക്ഷ്യങ്ങളുണ്ട്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ബന്ധപ്പെട്ട ചില ഉന്നങ്ങളുണ്ട്. ആ ഉന്നങ്ങൾ അത് എവിടെയാണ് അത് കൊണ്ട് തറക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഏറ്റവും ധാരണയുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച ഇൻ്റലിജൻ്റായ പൊളിറ്റീഷ്യനാണ് പിണറായി വിജയൻ.
ഇത് എങ്ങനെയോ അങ്ങ് പിണറായി വിജയൻ അല്ല വെള്ളാപ്പള്ളി നടേശനെ വഴിയെ ചീനി മരച്ചോട്ട് കണ്ടിട്ട് പിണറായി വിജയൻ വിളിച്ച് കയറ്റുകയല്ല ചെയ്യുന്നത്. അത് വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ക്യൂറേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണത്. ഒന്നാം നമ്പർ സ്റ്റേറ്റ് കാർ വർഗീയത പറഞ്ഞിറങ്ങിയ സ്റ്റേജിൽ നിന്നിറങ്ങിയ വെള്ളാപ്പള്ളി നടേശനെ ഒന്നാം നമ്പർ സ്റ്റേറ്റ് കാറിൽ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റി സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ക്യൂറേറ്റഡ് ആയിട്ടുള്ളൊരു ഇവൻ്റാണ്, അതൊരു ഡിസൈൻഡ് ഇവൻ്റാണ്. അത് ആർക്കൊക്കെ എന്തൊക്കെ സന്ദേശമാണ് കൊടുക്കുക, അതിൻ്റെ പൊളിറ്റിക്കൽ ഡിവിഡൻഡ് എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള മികച്ച രാഷ്ട്രീയക്കാരനാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹം എന്താ പറഞ്ഞത്, സംസ്ഥാന സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മതനിരപേക്ഷവാദിയാണ്, വി ഡി സതീശനും കുഞ്ഞാലിക്കുട്ടിയൊക്കെ വർഗീയതയുടെ കൂടെ സഞ്ചരിക്കുന്ന ആളുകളാണ്. എന്താ പറയുക, ഒരു നാണവും ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമുക്ക് തോന്നി ഇവരെന്താണ് എല്ലാ ദിവസവും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളാപ്പള്ളി മഹാത്മ്യമാലയുമായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത് എന്തിനാ വെച്ചാൽ അത് ഡിസൈൻഡ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. അതിലൂടെ CPM കാണുന്നത് നിഷാദ് പറഞ്ഞ തന്നെയാണ്, കോൺഗ്രസ് മുക്ത കേരളം സൃഷ്ടിക്കണം, അടുത്ത തവണ അധികാരത്തിലേറണം. പക്ഷേ ഇവർ ഇതിലൂടെ സൃഷ്ടിക്കുന്ന മനസ്സുകളുണ്ടല്ലോ, ഇവരുടെ തന്നെ അണികളെ അപ്പുറത്തേക്ക് കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എങ്ങനെയാണ് നിലനിൽക്കുന്നത്? അത് നിലനിൽക്കുന്നത് അവർ സൃഷ്ടിച്ചിട്ടുള്ള ബോധവൽക്കരണത്തിന്, മനുഷ്യരുടെ മനസ്സുകളിൽ സൃഷ്ടിച്ചിട്ടുള്ള മതനിരപേക്ഷമായ തൊഴിലാളി വർഗ അനുഭാവത്തിൻ്റെതായ ഒരു മാനസിക ഘടനയുണ്ടല്ലോ. അതാണ് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ മൂലധനം എന്ന് പറയുന്നത്. ആ മൂലധനമാണ് ഇടതുപക്ഷത്തെ നിലനിർത്തുന്നത്, ഏത് കാറ്റിലും കോളിലും നിലനിർത്തുന്നത്. അതിനെയാണ് ഇല്ലാതാക്കുന്നത്. തൽക്കാലം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കുറച്ച് വോട്ട്, അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വോട്ട് എന്ന് പറഞ്ഞാൽ, പക്ഷേ ഇടതുപക്ഷം അതിൻ്റെ അടിസ്ഥാന മൂലധനത്തെയാണ് ഇല്ലാതാക്കുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളിയെ കാണിച്ച് പിണറായി വിജയൻ അങ്ങ് വിരട്ടി നിർത്തുക, അങ്ങനെയാണ് പിണറായി വിജയൻ വിചാരിക്കുന്നത്. യോഗി ആദിത്യനാഥിൻ്റെ നാട്ടിൽ മുസ്ലിങ്ങൾ ജീവിക്കുന്നത് ഇരട്ടച്ചങ്കൻ്റെ തണലിലല്ലെന്ന് മനസ്സിലാക്കണം. അതാണ് ഈ CPM സ്ഥിരം പറയുന്നത്. അങ്ങനെയുണ്ടല്ലോ, ഞങ്ങളില്ലെങ്കിൽ, ഞങ്ങളുടെ സംരക്ഷണമില്ലെങ്കിൽ എന്ന് എപ്പോഴും ഒരു ബെനവലൻ്റ് അങ്കിൾ, ഒരു സംരക്ഷണ അമ്മാവനായി ചമഞ്ഞ് ഞങ്ങളാണ് നിങ്ങളെ സംരക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ്, അതാണ് CPMൻ്റെ ഈ ന്യൂനപക്ഷ സമൂഹങ്ങളുള്ള സമീപനത്തിൻ്റെ അടിസ്ഥാന രേഖ ഇതാണ്. സംരക്ഷണം, ഞങ്ങൾക്ക് ഔട്ട്സോഴ്സ് ചെയ്തു തരിക എന്നുള്ളതാണ്. നോക്കൂ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഫാസിസത്തോട് മുഖാമുഖം നിന്നിട്ട്, ഹിന്ദുത്വ പരിവാറിനോട് മുഖാമുഖം നിന്ന് ഏറ്റവും അനുഭവ സമ്പത്തുള്ള ഒരു ജനതയാണവർ. അത് മനസ്സിലാക്കണം. അവരുടെ അനുഭവ സമ്പത്ത്, ഏറ്റവും തീവ്രമായ പരീക്ഷണങ്ങൾ, ഏറ്റവും തീവ്രമായ അടിച്ചമർത്തലുകൾ, ഏറ്റവും തീവ്രമായ കൂട്ടക്കൊലകൾ ഈ പരിവാറിൻ്റെ ഭാഗത്ത് നേരിട്ടൊരു ജനതയാണ്. അവരിപ്പോൾ പിണറായി വിജയൻ്റെ സംരക്ഷണം ഇല്ലെങ്കിൽ അവരെന്തോ അങ്ങ് ആയിപ്പോകും എന്ന് വിചാരിക്കുന്ന സൈബർ പടയും താത്വിക ആചാര്യന്മാരും പുരോഹിത പടയും അവർ മനസ്സിലാക്കേണ്ടത്, എല്ലാ അപമാനവും എല്ലാ ആട്ടും എല്ലാ തരത്തിലുള്ള ഈ ഡീഹ്യൂമനൈസേഷനും ഇതൊക്കെ അനുഭവിച്ച് അയ്യോ നിങ്ങൾ ഞങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കണേ എന്ന യാചനയോടെ ഈ ഒരു ജനത ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും. പിണറായി വിജയൻ മഹാനാണെന്ന് പറഞ്ഞിരിക്കും, ഈ ഇരട്ടച്ചങ്കൻ ഞങ്ങളെ സംരക്ഷിക്കും, ഏകരക്ഷകൻ, എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരത്തിലുള്ള കാരണഭൂതർ എന്ന നിലയിൽ മുസ്ലിം സമുദായം ഇങ്ങനെ നിൽക്കും, അല്ലെങ്കിൽ നിൽക്കണം എന്നാണ് ഇടതുപക്ഷം വിചാരിക്കുന്നത്. ഒരു ജനതയെ എല്ലാ ദിവസവും ഡീഹ്യൂമനൈസ് ചെയ്തുകൊണ്ട് അവമതിച്ചുകൊണ്ടിരിക്കുക, അവരുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന തരത്തിലുള്ള നിരന്തരം പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുക, അത് നടത്തുന്ന ആളെ സംരക്ഷിക്കുക, അങ്ങേർക്ക് കവചമൊരുക്കുക, അങ്ങേരുടെ പ്രസ്താവനകളെ വ്യാഖ്യാനിച്ച് അതിനെ മഹത്വജനങ്ങളാക്കി മാറ്റുക, ദിനം ദിനം ഓരോ നേതാവും രംഗത്ത് വന്ന് ഇദ്ദേഹത്തിൻ്റെ മഹത്വം വാഴ്ത്തുക. ഇതൊക്കെ എന്ത് രാഷ്ട്രീയമാണ്? ഇങ്ങനെ രാഷ്ട്രീയം പറയുന്നവർ ഞങ്ങൾ മതനിരപേക്ഷവാദികളാണ് എന്ന് പറയുന്നത് അതിൽ പരം എന്താ പറയുക വൈരുദ്ധ്യം നിറഞ്ഞ, അതിൽ പരം വിഡ്ഢിത്തം നിറഞ്ഞ, അതിൽ പരം എന്താ പറയുക ഒരു ന്യായീകരണവുമില്ലാത്ത സമീപനം എന്താണ്? ഇടതുപക്ഷം എന്ന് അവർ പറയുന്ന ആ സംവിധാനം ഉണ്ടല്ലോ, അതിനെ ഇല്ലാതാക്കുന്ന പണിയാണ് അവർ തന്നെ എല്ലാ ദിവസവും എടുത്തുകൊണ്ടിരിക്കുന്നത്.